അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് വീടാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ നിധിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ചെയ്തിരുന്നു. പല ആളുകളും അവര് നിധിയുടെ പേരിൽ കുടുങ്ങിയ പല വിഷയങ്ങളും പലരും പങ്കുവെച്ചു. അൽഹംദുലില്ലാ, പലർക്കും ഒരു വിചിന്തനത്തിന് നമ്മുടെ വീഡിയോകളൊക്കെ ഉപകാരപ്പെട്ടു എന്നത് പലരും നേരിട്ടും കമൻറ്റിലൂടെയുമൊക്കെ സൂചിപ്പിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. വീഡിയോകൾ പൂർണ്ണമായും കണ്ടതിൻ്റെ ശേഷമായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നിധി എടുക്കൽ, അതിനാവശ്യമായ കാര്യങ്ങളാണ്. നിധി എടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യങ്ങളല്ല എന്ന് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള നിധികളുണ്ടാകും. ചില നിധികൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളില്ലാതെ തന്നെ എടുക്കാൻ കഴിയുന്നതുമുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള നിധികൾ ഭൂമിയിലുണ്ടാകും എന്ന് മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിധി എടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യം അല്ല. അതിന് ചില വ്യവസ്ഥകളോടുകൂടെ ആയിരിക്കണം എടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ വ്യവസ്ഥകൾ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നാം നിധി എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അത് ലഭിച്ചേക്കാം. അല്ലാതെ നിബന്ധനകൾ പാലിക്കാതെ അതിനു വേണ്ടി മെനക്കെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി നാം ഒരുങ്ങിയത് കൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ 80 അല്ലെങ്കിൽ 100 പ്രായം ഉള്ള ആളുകൾ ഇന്നും ഉണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് നിധി കിട്ടിയതായി, നിധി കുഴിച്ചെടുത്തിട്ട് അത് ലഭിച്ചതായി ഇന്നേ വരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പലരും കുഴിച്ചെടുത്തു എന്നത് ശരിയാണ്, പക്ഷേ കുഴിക്കാൻ വേണ്ടി ശ്രമിച്ചു, പലർക്കും കുഴിച്ചു എന്നല്ലാതെ ആർക്കും നിധി കിട്ടിയതായിട്ട് ചരിത്രത്തിലില്ല. പലരും പറയുന്നു അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, അവിടെ കിട്ടി, ഇവിടെ കിട്ടി എന്നിങ്ങനെ പറയുക എന്നല്ലാതെ കിട്ടിയതായി സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ നിധി ലഭിക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ നാം പാലിക്കണം. ഒന്നാമതായി നാം പാലിക്കേണ്ടത്, നിധി ഉള്ള പറമ്പ്, നിധി ഉണ്ട്, എല്ലാ പറമ്പിലും നിധി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ ഇന്ന് പലരും വന്നിട്ട് എല്ലാ പറമ്പിലും നിധിയുണ്ട് എന്നാ പറയുന്നത്. അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, അപ്പുറത്തതുണ്ട്, വ്യവസ്ഥകളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ മുൻ വീഡിയോയിൽ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ നിധിയുണ്ട് എന്ന് ഒരു പറമ്പിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിധിയുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് വേണ്ടത്. മറ്റൊരാൾ പറയുന്നത് കേട്ടു നാം നിധിയുണ്ടെന്ന് തീരുമാനിക്കുകയല്ല. പറയുന്നവർക്ക് എന്തും പറയാം, അവർക്കങ്ങ് പറഞ്ഞു പോയാൽ മതി.
എന്നാൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ആ പറമ്പിൻ്റെ ഉടമ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനു വേണ്ടി വെറുതെ നട്ടം തിരിഞ്ഞു പല വഴിക്കും ഓടുകയാണ്. അങ്ങനെ അവരുടെ സമയം അവർ നശിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ സമ്പത്തും പലരും നശിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ നിധിയുണ്ടെന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ഇന്ന സ്ഥലത്ത് നിധിയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനാവശ്യമായ കാര്യങ്ങൾ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് കൈഫിയത്ത്, അതിൻ്റെ രൂപങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്താം, അത് സ്ഥിരീകരിക്കാം. എന്നാൽ ഇന്ന് നടത്തുന്ന പല യന്ത്രങ്ങളും പല വസ്തുക്കളും നിധി കണ്ടെത്താൻ അല്ലെങ്കിൽ നിധി ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് പ്രയോജനപ്പെടാത്തതാണ് എന്നും കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാൽ നിധി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം വേണ്ടത്. അത് നമുക്ക് ഉറപ്പുവരുത്തണം, ഓരോരുത്തരും ഉറപ്പുവരുത്തണം. രണ്ടാമത്, നിധിയുണ്ട് എന്ന് പറയുന്ന ആ പറമ്പ് സ്വന്തം കൈവശത്തിൽപ്പെട്ടതായിരിക്കണം. മറ്റൊരാളുടെ കൈവശത്തിലുള്ള ഭൂമിയിൽ നിധിയുണ്ടെന്ന് കരുതി നാം അതിന് ഉടമ അല്ലാത്തവർ അതിന് ശ്രമിച്ചതുകൊണ്ട് ഒരിക്കലും അത് ലഭിക്കുകയില്ല എന്ന് നാം പ്രത്യേകിച്ചു മനസ്സിലാക്കണം. അപ്പോൾ സ്വന്തം കൈവശത്തിൽപ്പെട്ട ഭൂമിയായിരിക്കണം. പിന്നെ മറ്റൊന്ന്, നിധി എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത് ഉടമയായിരിക്കണം, അല്ലെങ്കിൽ ഉടമയുടെ അനന്തരാവകാശികളായിരിക്കണം. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ, എൻ്റെ സുഹൃത്തിൻ്റെ പറമ്പിൽ, അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ്റെ പറമ്പിൽ, അല്ലെങ്കിൽ കുടുംബം തന്നെയായിരിക്കും അനന്തരാവകാശികളായിരിക്കില്ല. സ്വന്തം അനന്തരം അവകാശികൾ അല്ലാത്ത മറ്റു കുടുംബക്കാരുണ്ടാവും. അവരൊന്നും മെനക്കെട്ടാൽ നിധി എന്നത് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ നിയമങ്ങളാണ്, നിബന്ധനകളാണ്. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവനവൻ്റെ പറമ്പിൽ നിധി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അവൻ്റെ അനന്തരാവകാശികളോ അവനോ അതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. പിന്നെ മറ്റൊന്ന്, കലഹഭൂമി അല്ലാതിരിക്കണം. അതായത് ഈ നിധിയുണ്ട് എന്ന് പറയപ്പെടുന്ന പറമ്പ്, അതിൽ നിന്ന് നിധി ലഭിക്കണമെങ്കിൽ കലഹത്തിലൂടെ ലഭിച്ച ഭൂമി അല്ലാതിരിക്കണം. എന്നാൽ സത്യസന്ധതയിൽ കൈവശപ്പെടുത്തിയ ഭൂമിയും ആകണം. കലഹം എന്ന് പറഞ്ഞാൽ കുടുംബ വഴക്കിലൂടെ ഇനി ഏതായാലും പോകട്ടെ, എടുക്കട്ടെ, മറ്റുള്ളവരുടെ തൃപ്തിയോടുകൂടെയല്ല, അതുപോലെ സത്യസന്ധതയിൽ കൈവശപ്പെടുത്തിയതല്ല, പിടിച്ചുപറിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ വഴിക്കോ ഒക്കെയുള്ള ഭൂമിയാണ്. ഇപ്പോൾ ആധാരം പണയം വെച്ച് കാശ് വാങ്ങി ആ കാശ് പിന്നെ തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ കൊടുത്ത ആധാരം ഭൂമിയുടെ ഉടമ ഭൂമിയുടെ ഉടമയോട് ഒപ്പിട്ട് വാങ്ങി കൈവശപ്പെടുത്തിയ ഭൂമിയൊക്കെ ഉണ്ടാകും. അത്തരം ഭൂമികളിലൊന്നും നിധിയുണ്ടെന്ന് പറഞ്ഞു അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ലഭിക്കുകയില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, നിധി എടുക്കുന്നത് 41 ദിവസത്തെ ചില പ്രത്യേക കർമ്മങ്ങളുണ്ട്. ജർജറിയ കർമ്മങ്ങൾ ആണ് എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ ആ കർമ്മങ്ങൾ നടത്തിയതിൻ്റെ ശേഷം, ആ കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ആയിരിക്കണം നിധി എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ജർജറിയ മന്ത്രം അല്ലെങ്കിൽ സർമദീയ മന്ത്രം, അതുപോലെ പിന്നെ ഖർസിയ മന്ത്രം, റഷീദിയ മന്ത്രം തുടങ്ങി ചില മന്ത്രങ്ങൾ ഉണ്ട്.
ചില പ്രത്യേക മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ ശേഷമായിരിക്കണം നിധി എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഈ മന്ത്രങ്ങൾ ഉറക്കെ പറയുകയും വേണം. അത് ഒരാളെ കൂലിക്ക് വിളിച്ച് ചൊല്ലുകയല്ല വേണ്ടത്. ഉടമ തന്നെ, അതിൻ്റെ ഉടമ തന്നെ, ഉടമയുടെ നേതൃത്വത്തിൽ ആയിരിക്കണം ഇത് ചൊല്ലേണ്ടത്. അതുപോലെ ചില പ്രത്യേക ബുഹൂറാത്തുകളുണ്ട്, പുകയിപ്പിക്കാനുള്ള ചില പ്രത്യേക ബുഹൂറുകൾ, കുന്തിരിക്കം, അതിൻ്റെ കൂടെ മറ്റു ചില വസ്തുക്കളുണ്ട്. ഇതെല്ലാം ഈ ബുഹൂറാത്തുകൾ ഉപയോഗിച്ചു പുകയിപ്പിക്കുകയും വേണം. ഈ 41 ദിവസം നാം പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യുന്ന കാലയളവിൽ ഈ ബുഹൂറാത്തുകൾ ഉപയോഗിച്ച് പുകയിപ്പിക്കുകയും വേണം. ഈ വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നാം ഇതെല്ലാം പാലിച്ചുകൊണ്ട് നാം നിധിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖളാ ഉണ്ടെങ്കിൽ അവിടെയും നാം തീരുമാനിക്കേണ്ടത് ഇതെല്ലാം പാലിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ നിധി ഉണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതേ ഇവിടെ നടക്കുകയുള്ളൂ. ലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. അള്ളാഹ് തീരുമാനിച്ചതിനെ പകരമാക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹ് ഒരു കാര്യം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാനും ആരോടും കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നാൽ തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതാണ് നടക്കുക. അപ്പോൾ ഈ ഒരു ഉറച്ച വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യൻ തീരുമാനിക്കണം. എന്നിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കേണ്ടത് എന്നുകൂടി ആ കൂട്ടത്തിൽ നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നാം കർമ്മങ്ങൾ പൂർത്തിയാക്കി അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയിലുണ്ട് എന്ന് പറയുന്ന ആ വസ്തു നമുക്ക് ലഭിച്ചേക്കാം. ഇനി കുഴിച്ചെടുക്കാൻ ചില നിയമങ്ങളുണ്ട്. എല്ലാവരും ആരൊക്കെ കുഴിച്ചെടുത്തത് കൊണ്ട് അത് ലഭിച്ചുകൊള്ളണമെന്നില്ല. കുഴിച്ചെടുക്കുന്നവർക്ക് ചില നിബന്ധനയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കുഴിച്ചെടുക്കുന്നവർക്ക് ആവശ്യമായ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ നാം പാലിച്ചുകൊണ്ടായിരിക്കണം നിധി എടുക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടത്. അല്ലാതെ നാം എത്ര ശ്രമിച്ചിട്ടും നിധി എന്നത് ലഭിക്കുകയില്ല, പറമ്പിലുണ്ടായാലും ലഭിക്കുകയില്ല. എന്നല്ലാതെ നിധി മറ്റൊരിടത്തേക്ക് നീങ്ങുകയോ ഈ നിബന്ധനകളൊന്നും പാലിക്കാത്തത് കൊണ്ടാണ് നിധി ലഭിക്കാത്തത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനം ഇല്ലാത്തത് കൊണ്ടുമാണ് നിധി ലഭിക്കാത്തത്. എന്നല്ലാതെ പിശാച്ച് മറ്റൊരിടത്തേക്ക് നീക്കി, അല്ലെങ്കിൽ താഴ്ത്തി കൊണ്ടുപോയി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് അത് മറിച്ചു, ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ അത് ശരിക്കും അത് തീരെ അങ്ങനെ ഒന്ന് ഇല്ലാത്തതാണ് എന്ന് ഞാൻ മേൽ പറഞ്ഞിരുന്നു. അങ്ങനെ നീങ്ങിപ്പോകുന്ന ഒരു സംവിധാനം ഇല്ല. നിധി ആ സ്ഥലത്ത് നിന്ന് നീങ്ങിപ്പോവുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പിശാചിന് അത് മറ്റൊരു വഴിക്ക് നീക്കിക്കൊണ്ടുപോകാനും കഴിയില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കുകയും അത് പാലിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നിധി എടുക്കുന്നവർക്കുള്ള നിബന്ധനകൾ എന്തൊക്കെയെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവരെയും ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.